അന്താലിയുടെ റോഡിലൂടെയുള്ള ഒരു യാത്രയാണിത്. നമ്മൾ ബൈ വാക്ക് അന്താലിയുടെ ഭംഗി ആസ്വദിക്കാൻ പോവാണ്. ആ വേറൊരു ഹോട്ടലുണ്ടോ സൈഡിലിരിക്കുന്നേ? ആ ആ നമ്മുടെ ഹോട്ടലിൽ സ്റ്റാർ നോക്കി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കല്ലിൻ്റെ ഫേസ് കാണിച്ചെടുക്കേ. കല്ലിന് എല്ലാവരെയും കല്ലിൻ്റെ ഫേസ് ഒന്ന് കാണിച്ചു തരണോ കേട്ടോ. കല്ലു അങ്ങനെ ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ഭുവൻ മിനി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കിഡ്സിന് വേണ്ടിയിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു ഹോട്ടലിനകത്ത്. അവിടെ പോയി ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നതാണ്. ഈ ഹോട്ടലിനകത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഈ അന്താലിയ ലാറ സിറ്റിയിലുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മൾ വാക്ക് ചെയ്യുകയാണ്. അങ്ങനെ അതുപോലെ ഇന്ന് കഴിച്ച ഫുഡ് അല്പം കൂടിപ്പോയി കേട്ടോ. നല്ല അടിപൊളി സ്വീറ്റ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇവിടെ ഫുഡിനുള്ള ഓപ്ഷൻസ് കൂടുതലായിരുന്നു. നമ്മുടെ റോയൽ പാലസ് ഹോട്ടലിനെ അപേക്ഷിച്ച് ഇവിടെ ഫുഡിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കൂടുതലായിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ സ്വീറ്റ്സ് ആണെങ്കിലും ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ ഈ സെഗ്നസ് ഹോട്ടലിൽ. അയ്യോ കല്ലിന് നോക്കട്ടെ കേട്ടോ. ബാബാ come on, what happened? Okay, കല്ല് സ്റ്റക്കായിപ്പോയി ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡ് കഴിച്ചത് സ്വീറ്റ്സ് ഒക്കെ ഒത്തിരി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ളായി. അങ്ങനെ നമ്മളൊരു വാക്ക് ചെയ്യുമ്പോൾ ഒരു എക്സസൈസും ആവും. പിന്നെ നമുക്ക് സ്ട്രീറ്റിലുള്ള ഈ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കുകയും ചെയ്യാം. നമ്മളത് സ്ട്രീറ്റിൽ കൂടെ നടന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ കണ്ടെന്താ ഇത് കണ്ടോ, ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ തന്നെയാണ്. ഇതിന് 3 വീൽസുള്ള ഓട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. ബൈക്ക് റൈഡ് സൈക്കിൾ ബാലൻസ് മതി എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാമെന്നാ. എങ്ങനെ ആവുമെന്നറിയില്ല. നമ്മൾ ഒരു 1 ഹവറിന് ഇത് 15 യൂറോ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തൊരു ബൈക്ക് എടുത്തുകൊണ്ട് ഒരു അഡ്വഞ്ചറസ് ജേർണി ആയാലോ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ പോയാൽ അതൊരു നഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ബൈക്ക് എടുത്തൊരു റൈഡ് നടത്തി വെക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ആ ബൈക്ക് എടുത്തേ ഒരു അഡ്വഞ്ചറസ് ഡ്രൈവ് നടത്താൻ പോകാം കേട്ടോ. ഗിയറൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ ഗിയർ ബ്രേക്കൊക്കെ ഉണ്ട്. എങ്ങനെയാവും എന്നറിയില്ല, ഇനി എവിടെയെങ്കിലും വീഴുമെന്നും അറിയില്ല. എനിവേ നമുക്ക് ട്രൈ ചെയ്തിട്ട് വരാം. നമ്മൾ വേറൊരു വണ്ടി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ വേറൊരു വണ്ടി കൂടെ എടുത്തു കേട്ടോ. ഇതെല്ലാം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഈ ടർക്കി വന്നിട്ടൊരു ഓട്ടോ ഡ്രൈവ് നടത്തിയില്ലെന്ന് വേണ്ട. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ്. നമ്മളങ്ങനെ ആദ്യത്തെ ഓട്ടോ വിട്ടിട്ട് അടുത്ത വേറൊരു കാറ് വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്. സൂക്ഷിച്ച് ഇവിടെ ടർക്കിയിൽ വന്ന് ഇനി ബസ്സിൽ ചെയ്യാൻ വയ്യ. നല്ല സുഖമുണ്ടല്ലേ കല്ലു? ഒരു ഓട്ടോ ടർക്കിയിലുള്ള ഒരു ഓട്ടോയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിതേ നമ്മുടെ റോയൽ പാലസ് ഹോട്ടലിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. റോയൽ പാലസിന് വന്നേക്കുന്ന എൻട്രൻസ് റോഡും അതുപോലെ തന്നെ ലിബർട്ടി ഹോട്ടലിന് വന്നേക്കുന്ന എൻട്രൻസ് റോഡും സെയിം ആണ്. അതാ നമ്മൾ താമസിച്ചിരുന്ന റോയൽ പാലസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഓട്ടോ ഓടിച്ചെത്തിയത്. നമ്മൾ 2 ദിവസം മുമ്പ് റോയൽ പാലസ് ഹോട്ടലിനോട് വിടയൊക്കെ പറഞ്ഞ് പോയതാണ് സെഗ്നസ് ഹോട്ടലിലോട്ട്. ഓട്ടോ അനങ്ങുന്നില്ല. ഓട്ടോ അനങ്ങി തുടങ്ങി. ഹമ്പ് നോക്കി നമ്മൾ അങ്ങനെ ഓട്ടോയിൽ സെഗ്നസ് ഹോട്ടലിൻ്റെ ബാക്ക് ഒഴിക്കുക. ഇത് സെഗ്നസ് ഹോട്ടലിൻ്റെ ബാക്കാണല്ലോ.
ദേ ഞാനൊരു സൈഡിലെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അതെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ വീഡിയോ പിടിച്ചപ്പോൾ പറഞ്ഞത് സെഗിനസ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ ബീച്ച് വ്യൂ ഇല്ല, പകരം കണ്ടോ അവർക്ക് കൊടുത്തേക്കുന്ന ഫുട്പാത്ത് കണ്ടോ, ആ ഫുട്പാത്തിൽ കൂടെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ബീച്ചിലോട്ട് ചെല്ലും. അയ്യോ അയ്യോ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ ഇവിടെ? നമുക്ക് ഇവിടെ ഓട്ടോ നമുക്ക് ഓടിക്കുന്നുണ്ടെങ്കിലും, ഓട്ടോ അല്ലെ ബൈക്ക് ഓടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് റോഡിൽ കൂടെ ഇറക്കാനുള്ള ലൈസൻസ് ഇല്ല കേട്ടോ. അയ്യോ നമ്മൾ ഓട്ടോയിൽ തന്നെ നമ്മുടെ സെഗിനസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളുടെ ബാക്കിൽ കാണുന്നത് ലിബർട്ടി ഹോട്ടലാണ്. ലിബർട്ടി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. നമ്മൾ 2 വർഷം മുമ്പ് താമസിച്ച ഹോട്ടലാണ്. ലിബർട്ടി ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽസ് തന്നെ പറയാം കേട്ടോ. അതിന് തീമാറ്റിക് നമ്മൾ ഈ സെഗിനസ് ഹോട്ടലിലോ അല്ലെങ്കിൽ റോയൽ പാലസിലോ ഹോട്ടലിലോ കണ്ട പോലെ ഒരു തീം ബേസ് ആയിട്ടൊന്നും അല്ല അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ അകത്തുള്ള റൂംസും അതുപോലെ തന്നെ സർവീസസും കസ്റ്റമർ സർവീസ് അതുപോലെ ഫുഡ് എല്ലാം തന്നെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം, ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം അത് ട്രൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം റോയൽ പാലസ് ഹോട്ടൽ ട്രൈ ചെയ്ത്, പിന്നെ അവിടെ നിന്ന് പ്രൊമോഷൻ ഓഫർ കിട്ടിയപ്പോഴാണ് നമ്മൾ സെഗിനസ് ഹോട്ടലും ട്രൈ ചെയ്തത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ 3 ഹോട്ടലുകളും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ വന്നിട്ട് ഫുഡ് നമുക്ക് നല്ല ഫുഡ് സർവീസ് ചെയ്തത് സെഗിനസ് ഹോട്ടലിലെയും അതുപോലെ തന്നെ ലിബർട്ടി ഹോട്ടലിലെയും ഫുഡാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഓപ്ഷൻസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്. റോയൽ പാലസ് ഹോട്ടലിലെ കൂടുതലും ഇറ്റാലിയൻ ബേസ്ഡ് ഇറ്റാലിയൻ അതുപോലെ ഹെർബ്സ് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ഹെൽത്തി ഓപ്ഷൻ സ്റ്റൈലിലുള്ള ഹെർബ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു നമുക്ക് റോയൽ പാലസ് ഹോട്ടലിൽ കിട്ടിയത്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിബർട്ടിയിലും അതുപോലെ സെഗിനസ് ഹോട്ടലിനകത്ത് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇനി ഈ ടർക്കിയിൽ കറങ്ങാൻ വരുമ്പോൾ ഈ ഹോട്ടലിനകത്തുള്ള ആക്ടിവിറ്റി കൂടാതെ തന്നെ നമുക്ക് ഒത്തിരി വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. ലിബർട്ടി ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു. അവിടെ ഒരു ടാക്സി ഹബ്ബാണ്. അവിടെ നിന്ന് ഈ ഹോട്ടലുകളിൽ നിന്നെല്ലാം നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്ഥലങ്ങൾ, അതായത് ഒരു 50 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 80 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ലോട്ട്സ് ഓഫ് പ്ലേസസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ദൈനോ പാർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദൈനോ പാർക്ക്, ഒരു വാട്ടർഫോള്, ഡൂഡീൻ വാട്ടർഫോൾ, എല്ലാം തുർക്കിഷിൽ എഴുതിയേക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. The land of legends. Hello. How are you? Good. Just checking the price list. This is tax price. Yeah. The return as well, isn't it? The return price is return. Yeah. This is tax manager. Yeah, okay. No, I'm okay. I'm just checking the It's no problem. prices. It's free. Yeah. Checking is free. Checking is free, yeah. No, Wi-Fi is free. എന്തായാലും ഷോർട്ട് ഡിസ്റ്റൻസിന് €5 അതുപോലെ എല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ. നമ്മളിവിടെ നിൽക്കണം കണ്ടുകൊണ്ട് ടാക്സിക്കാർ വന്ന് ചോദിക്കുകയാണ് എവിടെയെങ്കിലും പോകണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രസകരമായ കാര്യം ഓർമ്മ വന്നേ. ഇപ്പം നമ്മളിങ്ങനെ യാത്രകൾ പോകുമ്പോഴേ പലതരം രസകരമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ 2 വർഷം മുമ്പ് ഈ ലിബർട്ടി ഹോട്ടലിൽ വന്നപ്പോൾ നടന്നൊരു സംഭവം ഞാൻ പറയുകയാണ്. ഇത് കണ്ടപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ വാട്ടർഫോൾ കണ്ടല്ലോ, നമ്മൾ ലിബർട്ടി ഹോട്ടലിൽ നമ്മൾ അന്ന് എടുത്തിരുന്ന ബെഡ്റൂമിൻ്റെ വാളിൽ ഈ കണ്ട വാട്ടർഫോളിൻ്റെ പിക്ചറാണ് കൊടുത്തിരുന്നത്. എനിക്കിങ്ങനെ ഈ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഒത്തിരി സ്ഥലങ്ങൾ സാധാരണ ഇവിടെ ഈ യൂറോപ്യൻസോ അല്ലെങ്കിൽ ടൂറിസ്റ്റോ ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിനകത്ത് തന്നെ അവരുടെ വർക്ക് സ്ട്രെസ്സൊക്കെ മാറ്റാനും ഒന്ന് റിലാക്സ്ഡ് ആവാനും ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ വരണേ. നമ്മളെന്തിനാണ് വരുന്നതെന്ന് അറിയാമോ? ഒരു പുതിയ സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ എന്തൊക്കെയുണ്ട് അവിടെ സ്ഥലത്ത്, അതുപോലെ പുതിയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പരമാവധി നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആഗ്രഹം തോന്നി ആ വാട്ടർഫോൾ ഒന്ന് കാണാൻ പോകണമെന്ന്. ഗേജ് ബാരിയർ ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഹോട്ടലിനകത്താണെങ്കിൽ പോലും
സ്പാനിഷും തുർക്കിഷും അങ്ങനെയൊക്കെ സ്പീക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാലും അതിൻ്റെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടാക്സി സർവീസ് ആണെങ്കിൽ ഭയങ്കര പ്രൈസാണ് അന്ന് അവർ പറഞ്ഞത്. വീണ്ടും തൊട്ടടുത്ത്, അതായത് ഒരു 15 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ പറഞ്ഞ വാട്ടർഫോളിനെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ബസ്സിന് പോയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ വാട്ടർഫോൾ കാണാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അപ്പോൾ അവിടെ നിന്ന് നമ്പറൊക്കെ എടുത്തു, ഇവിടെ നിന്ന് ബസ്സിൻ്റെ നമ്പറൊക്കെ എടുത്തു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. ആ ബസ്സിൻ്റെ നമ്പറും ഒക്കെ മേടിച്ച് നമ്മൾ വാട്ടർഫോളിൻ്റെ, അവർ പറഞ്ഞു വാട്ടർഫോളിൻ്റെ ഒരു സിമ്പിൾ കാണും പോണ വഴിക്ക്, അത് നോക്കിയാൽ മതി, അവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്തായാലും കയറി കേട്ടോ. ബസ് വന്നു, ബസ്സിനകത്ത് കയറി നമ്മൾ വാട്ടർഫോളിൻ്റെ സിമ്പിൾ നോക്കി. വാട്ടർഫോളിൻ്റെ സിമ്പിളൊന്നും ഒന്നും കണ്ടില്ല. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ എനിവേ നമ്മളത് കണ്ടില്ല, നമുക്ക് ഈ ബസ് പോകുന്നതിൻ്റെ എൻഡ് വരെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ടു ആ ബസ്സിൽ വെച്ചിട്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയായിരുന്നു. അവർ പറഞ്ഞു അന്താലിയൻ സിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ചുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അന്താലിയയുടെ മെയിൻ സിറ്റിയിൽ പോയി ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷേ അന്താലിയ മെയിൻ സിറ്റിയിൽ ചെന്നിറങ്ങിയപ്പോഴാണ് അന്തവും ഇല്ല കുന്തവും ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അന്താലിയൻ സിറ്റി അങ്ങ് ഒത്തിരി വലിയ സിറ്റി, നമുക്ക് പല പല റോഡുകളും പല പല ആളുകളും പല തരം ബസ്സുകളും അവിടെ വരുന്നുണ്ട്. ഏത് സൈഡിൽ പോയി നിൽക്കണമെന്ന് പോലും നമുക്ക് അറിയില്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ അന്താലിയൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷത്തിൽ അന്താലിയൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അന്താലിയൻ സിറ്റിയിൽ മൊത്തം കറങ്ങി. പക്ഷേ രാവിലെയാണേ പോയത്. ഒരു ഉച്ചയാവാറായപ്പോഴത്തേക്കും ടെൻഷനായി തുടങ്ങി. നമുക്ക് തിരിച്ചു പോകാനായിട്ട് അവിടെ ചോദിക്കാൻ ആരുമില്ല. കുറേ പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് ആർക്കും പിടികിട്ടുന്നില്ല. അങ്ങനെ ആകെ പെട്ടുപോയൊരവസ്ഥയെ. കുറേ ബസ്സുകൾ വന്നെങ്കിലും ആ ബസ്സുകളൊന്നും ലിബർട്ടി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അവർക്ക് ചോദിച്ചിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ സാധാരണ എല്ലാ കുടുംബത്തിലുള്ള പോലെ തന്നെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിടാൻ തുടങ്ങി കേട്ടോ. എന്തായാലും എന്തോ ഭാഗ്യത്തിന് അപ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ തോന്നിയിട്ട് തൊട്ടടുത്ത് കണ്ട ഇൻ്റർനെറ്റ് കഫേയിൽ കയറി നമ്മൾ നമ്മുടെ ലിബർട്ടി ഹോട്ടലിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ വരുന്ന എല്ലാ ബസ്സിനും കൈ കാണിച്ചിട്ട് കാണിക്കാൻ തുടങ്ങി കേട്ടോ. നമുക്ക് ഇന്ന ഹോട്ടലിലാണ് പോകേണ്ടത്, എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ ഒന്ന് എത്തിക്കണമെന്ന്. അങ്ങനെ ഒരു ബസ് വന്നപ്പോഴത്തേക്കും അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായിരുന്നു. എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ ഡ്രൈവർക്ക് നമ്മളോടുള്ള അനുകമ്പ തോന്നിയിട്ടായിരിക്കാം ബസ് അവിടെ നിർത്തില്ല, തൊട്ടടുത്ത്. അത് കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയോ മനസ്സിലായി ഡ്രൈവർക്ക്. അങ്ങനെ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ ആ ബസ്സിൽ കയറും. നമ്മുടെ ലിബർട്ടി ഹോട്ടലിൻ്റെ അടുത്തെത്തുന്ന വരെ, അതായത് നമുക്ക് ഇവിടുത്തെ സിറ്റി ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഏകദേശം നിയർലി ആ ഒരു നമ്മുടെ ഹോട്ടലിരിക്കുന്ന ഏരിയയൊക്കെ എത്താറായപ്പോഴത്തേക്കും നമുക്ക് സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായപ്പോഴത്തേക്കും നമ്മൾ ഡ്രൈവറുടെ അടുത്ത് ഓടി ചെന്നിട്ട് പറഞ്ഞു നമ്മുടെ സ്ഥലം എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ലിബർട്ടി ഹോട്ടലിൻ്റെ അവിടെ നിർത്താൻ പറ്റില്ല, 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നിർത്താം, അവിടെ നിന്ന് നടന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചെത്തി എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞു എവിടെ നിർത്തിയാലും കുഴപ്പമില്ല, ഞങ്ങൾ നടന്നു പോയിക്കോളാം, അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തൊന്ന് തിരിച്ചെത്തിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ യാത്രകളുടെ ഇടയിലുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇതുപോലുള്ള എത്ര അനുഭവങ്ങളല്ലേ. ചിലർക്ക് ഇതിനേക്കാളും വലിയ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. രസകരമായ അനുഭവങ്ങളും മറക്കാത്ത ഓർമ്മകളായി നമ്മുടെ കൂടെ തന്നെ ചിലപ്പോൾ കാണും. അപ്പോൾ എനിക്ക് എല്ലാവരോടും എന്താ പറയാനുള്ളതെന്നറിയോ, നമുക്ക് യാത്രകളെ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടണം. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ അത് ലോക്കൽ യാത്രകളായിക്കോട്ടെ ഇൻ്റർനാഷണൽ യാത്രകളായിക്കോട്ടെ എന്തു തന്നെയാണെങ്കിലും നമുക്ക് മറക്കാത്ത ഓർമ്മകളെ സമ്മാനിക്കും എന്നുള്ളതാണ്. യാത്രകളെ പ്രണയിക്കുന്നവർക്കായി ഞാൻ ഈ വീഡിയോകളെല്ലാം സമർപ്പിക്കുകയാണ്. അപ്പോൾ ബൈ, സീ യു ലേറ്റർ.